ഡെലിവറി സ്റ്റോറി പറഞ്ഞ് ലാസ്റ്റ് ഇട്ട 3 വീഡിയോസും റിപ്പീറ്റ് അടിച്ച് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഗോ ത്രൂ ചെയ്തതിന്റെ ഒരു 10% പോലും ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. 5 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ബസ് സ്ട്രൈക്കുള്ള ഒരു ദിവസം തിക്കും തിരക്കുള്ള KSRTC ബസ്സില് 3/4 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് സെം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയതും ബസ്സില് ഗർഭിണികളുടെ സീറ്റിലിരിക്കുന്നവരോട് എണീറ്റ് തരാൻ പറയാൻ മടിയായിട്ട് നിൽക്കുന്ന ആ പാവം കൗമാരക്കാരിനെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നാറുണ്ട്. പിന്നീട് ഹോസ്റ്റലിൽ വെച്ചിട്ട് സ്കേബീസ് എന്ന് പറയുന്ന ഒരു ചൊറി പിടിപെട്ടതും കൂടെ താമസിക്കുന്ന സീനിയേഴ്സിനോട് പറയാൻ പേടിയായിട്ട് രാത്രി മൊത്തം ചൊറിഞ്ഞ് നേരം വെളുപ്പിച്ചതും പിറ്റേന്ന് രാവിലെ രേഷ്മ എന്ന് പറയുന്ന എന്റെ ഫ്രണ്ടിനെയും കൂട്ടി ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയതും ഹോസ്റ്റലിൽ നിന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ അസ്വസ്ഥത ഫീൽ ചെയ്തിട്ട് ഫ്രണ്ടിനെ കൂട്ടിയിട്ട് കോളേജിന്റെ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടതും ഫുഡ് ക്രേവിങ്സ് വരുമ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തതും വൈറ്റ് കോട്ട് കൊള്ളാതായപ്പോ അപായം മാത്രട്ട് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ബോഡി ഷേമിങ് നേരിട്ടതും ഇതിന്റെ ഒക്കെ പുറമെ പാർട്ട്ണറിന്റെ ഫാമിലിയുടെയും സൈഡിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെ എന്തെല്ലാമാണ് ഞാൻ ആ ചെറിയ പ്രായത്തിൽ അനുഭവിച്ചു തീർത്തത്. ഇന്ന് ഞാൻ ഏത് രാജ്യത്ത് പോയാലും ഒരു മിനിറ്റ് ഒരു മൊമെന്റ് ഓഫ് സൈലൻസ് ഉണ്ടാവും. എവിടെ ഉണ്ടായിരുന്ന ഞാനാണ് ഇവിടെ വരെ എത്തിയത് എന്ന് ആലോചിച്ചിട്ട്. അത്ര ചെറുപ്പത്തില് ഇത്രയേറെ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചതിന് എനിക്ക് ആരോടും ഒരു പരിഭവവും ഇല്ല കേട്ടോ. കാരണം ആ ജീവിതാനുഭവങ്ങളാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. സെൽഫ് ലവിനെ കുറിച്ചിട്ടും സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവ് എനിക്ക് നൽകിയത്, ഇമോഷണലി മെച്യൂർ ആക്കിയത്, ലൈഫിൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും തരണം ചെയ്യാൻ പറ്റുന്നത്, എല്ലാത്തിനും പുറമെ ചുറ്റുള്ളവരോട് എത്ര കൈൻഡായിട്ട് നിൽക്കണം എന്നുള്ളത് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് ഇതുവരെ എന്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യത്തിനും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നിങ്ങളിപ്പോ എന്ത് പ്രയാസത്തിലൂടെയാണ് കടന്നു പോണെങ്കിലും ഒന്ന് ആലോചിക്കുക. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാവുന്ന പ്രശ്നങ്ങളാണ് ദൈവം അയാൾക്ക് കൊടുക്കുള്ളൂ. എല്ലാത്തിനുപരി ഈ സമയം കടന്നു പോകുന്നുള്ളത് ഓർത്തിരിക്കുക. നാളെ നിങ്ങള് നടന്നതൊക്കെ നല്ലതിനായിരുന്നു എന്ന് ആലോചിച്ച് സന്തോഷിക്കും.